ഏയ് ഞാനങ്ങനെ നോക്കാറില്ല. പാവയിലും വെറുതെ പിടിച്ചിട്ടുള്ള ഫോട്ടോ. ഞാൻ യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കും. അടിപൊളിയായിരുന്നു. ഗണപതി ടെമ്പിൾ ഭയങ്കര ഫേമസ് ആണല്ലോ, ഒരുപാട് സ്ഥലത്തൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ആളുകളുടെയൊക്കെ എങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം തോന്നാറുണ്ട്. ഒത്തിരി പേര് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമായിട്ട് മാറിയല്ലോ. കാണാറുണ്ടോ മോളെന്തെങ്കിലും? ഏയ് ഞാനങ്ങനെ നോക്കാറില്ല. ആളുകളൊക്കെ ഈ ഒരുപാട് പേര് പറയാം കണ്ണു വെക്കില്ലേ മോളെ, കണ്ണു വെക്കില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞു വാവയായിരുന്നപ്പോഴാണോ മോളത് പഠിക്കാൻ? 4.5 വയസ്സിൽ പഠിക്കണം. 4 വയസ്സിൽ വൈൻ പഠിക്കണം തോന്നിയോ? ഇഷ്ടമായിരുന്നു. അമ്മയോ അച്ഛനാരും പറഞ്ഞു? ഇല്ല, ഞാൻ പറഞ്ഞതാ പഠിക്കണം. ഇഷ്ടമായിരുന്നു. കുട്ടിയായിട്ടിരിക്കുമ്പോ വയലിനകത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ആരാ വയലിനപ്പം ആദ്യമേ മേടിച്ചോ? എങ്ങനെയായിരുന്നു? മേടിച്ചല്ല, അമ്മ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കേറിയുള്ള സമയത്ത് അമ്മ പഠിച്ചിരുന്നു. ആ വയലും വെറുതെ പിടിച്ചിട്ടുള്ള ഫോട്ടോ. ബാലഭാസ്കർ സാറിന്റെ ഭാസ്കറിന്റെ പുനർജന്മം എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ബാലഭാസ്കർ സാറിനെ ഇഷ്ടമാണ്. പക്ഷെ ക്ലാസിക്കലിൽ എനിക്ക് കൂടുതലും ഇഷ്ടം ഗണേഷ് കുമാരേഷ് സാറിനാണ്. പിന്നെ എന്റെ ഗുരു അൻഡു സാറിനെ ആണ് ഭയങ്കര ഇഷ്ടം. ഞാൻ യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒത്തിരി പേര് ഇപ്പോ ഈ പ്രോഗ്രാമിനൊക്കെ വരുമ്പോ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നത് വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നില്ലേ? ഞാന് UPS അയിരൂർ. സ്കൂളിലൊക്കെ എങ്ങനെയാ ടീച്ചേഴ്സും? നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഈ മോളുടെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത് അവർക്ക് എല്ലാം അറിയേണ്ടെന്ന് ഒരു ചോദ്യം ഉണ്ട്. ഞാനിപ്പം മോളുടെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്താണെന്നറിയാമോ, ഇതിനിടയ്ക്ക് പഠിക്കാൻ എവിടെയാ സമയം കിട്ടുന്നത്, മോള് പഠിക്കുന്നുണ്ടോ? ഞാന് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ കാറ് കയറിയിട്ട് ഇരുന്ന് ക്ലാസ് കാണും ഓൺലൈനായിട്ട്. അപ്പൊ ഇത് രാത്രി ആവില്ലേ ഇപ്പൊ? എന്നിട്ട്
അവിടെ ക്ലാസ് കണ്ടിട്ട് എക്സാം ആണെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു. ആണോ? അപ്പൊ ഇപ്പൊ എക്സാം ഉണ്ടാവില്ല, മോക്ക് എക്സാമിനൊക്കെ പോകാൻ പറ്റിയില്ല. അത് ഇങ്ങനെ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് പെട്ടെന്ന് പോവുക വീട്ടിക്ക് അങ്ങനെ. ഉറക്കമൊക്കെ ശരിക്കും കിട്ടുന്നുണ്ടോ? പകലുറങ്ങുമോ? ഏ പകലുറങ്ങുമോ? പകല് അങ്ങനെ ഉറങ്ങാറില്ല. വേറെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ, പുറത്ത് പ്രോഗ്രാം ഒക്കെ സേവ് ചെയ്യുന്നുണ്ടോ മോൾ? ഇനി വരുന്നുണ്ട് ഈ മാസം 13-ാം തീയതി ഇവിടെ ദുബായ്. നേരത്തെ പുറത്ത് ചെയ്തിട്ടുണ്ടോ? പ്രോഗ്രാംസ് എല്ലാം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. ഫസ്റ്റ് പ്രോഗ്രാം മറ്റായിരിക്കുമല്ലോ. നേരത്തെ ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? ആ ഇഷ്ടമാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം പുറത്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ആ എന്നാലും പക്ഷെ പോയിട്ടുണ്ട് ഞാൻ, പ്രോഗ്രാം അല്ലാതെ പോയിട്ടുണ്ട്. അവിടെ എന്തിന്റെ ഏത് ആരാ അത്? ഊതുമേത്തയില് സബീൽ ലേഡീസ് ക്ലബ് അവിടെ. മോളുടെ പ്രോഗ്രാം പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് അബുദാബിയിലുണ്ട്. ഇന്നല്ല, ഏപ്രിൽ 28-ാം തീയതി അബുദാബിയിലുണ്ട്. അത് അതാരാ പ്രോഗ്രാം ചെയ്യുന്നത്? അതെനിക്ക് ബിഗ് ടെമ്പിളിലാ അവിടുത്തെ. അവിടേക്ക് ഉള്ളവരൊക്കെ മോളുടെ കട്ട ഫാനായി കാണുമല്ലോ. സ്കൂളിലുള്ള കുട്ടികളുടെ ഒക്കെ എങ്ങനെയാ മോളുടെ കൂടെ പഠിക്കുന്നവരുടെ? ആ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. സിമ്പിൾ ആയിട്ട് പറയാതൊക്കെ ഉള്ളൂ. മോൾ ഇത്ര വലിയ സെലിബ്രിറ്റി ഉള്ളൂ. അങ്ങനെയൊന്നും പറയാറില്ല. നമ്മള് വളരെ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ അല്ലേ? വേറെ ഫാമിലിയിലൊക്കെ വേറെ സപ്പോർട്ടൊക്കെ ആയിരിക്കും? ആ ഞങ്ങളുടെ എല്ലാരും സപ്പോർട്ടാ. ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോഗ്രാം ഒക്കെ ഇനി എന്താ ഉള്ളത്? നെക്സ്റ്റ് നാളെ കൊടുങ്ങൂര്. ഓക്കെ, അപ്പൊ അടിച്ചു പൊളിക്കും, എല്ലാം സെറ്റ് ആയി. ഓക്കെ ബൈ ബൈ.